ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ ആഴ്ച നടക്കും. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഈ ആഴ്ച തന്നെ ഇന്ത്യയിലെത്തും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ബൽറാം തുടങ്ങി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ ഓണപ്പരിപാടികളൊക്കെ കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. ഓണപരിപാടികൾ ഏതാണ്ട് ഡൽഹിയിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പരിപാടികൾ പൂർത്തിയായിരിക്കുന്നു. എന്നാൽ ഡൽഹിയിലെ മലയാളികളുടെ ഓണപരിപാടികൾ ഈ വരുന്ന ഡിസംബർ വരെ ഉണ്ടാകും. എല്ലാ അവധി ദിവസങ്ങളിലുമാണ് പരിപാടികൾ. അതേസമയം ഈ US താരിഫ് യുദ്ധം തുടരുന്നതിനിടെ മറ്റൊരു കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ ആഴ്ച ഡൽഹിയിൽ നടക്കും. അതിനായി യൂറോപ്യൻ യൂണിയന്റെ 2 പ്രതിനിധികൾ ഈ ആഴ്ച ഡൽഹി സന്ദർശിക്കുന്നുണ്ട്. പ്രധാനമായും ഈ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി ഈ സംഘം ചർച്ചകൾ നടത്തുന്നുണ്ട്. യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ചും കൃഷി കമ്മീഷണർ ക്രിസ്റ്റോഫ് ഹാൻസനുമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഒരു 30 അംഗ പ്രതിനിധി സംഘത്തെയും നയിച്ചുകൊണ്ടാണ് ഇരുവരും എത്തുന്നത്. കൃഷി വാണിജ്യ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി ഈ മേഖലകളിലുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളായിരിക്കും നടക്കുക. നേരത്തെ തന്നെ ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യൂറോപ്യൻ യൂണിയൻ നേതൃത്വം ചർച്ചകൾ നടത്തിയിരുന്നു ഫോണിൽ. അതിൻ്റെ തുടർച്ചയായുള്ള ചർച്ചകളായിരിക്കും ഈ ആഴ്ച ഡൽഹിയിൽ നടക്കുക. ഈ അന്തിമ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് സമയക്രമം സംബന്ധിച്ചുള്ള ചില സൂചനകളും ഇപ്പോൾ ലഭ്യമാണ്. അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസത്തോടെ ഈ കരാറുകൾ അന്തിമമാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ. നേരത്തെ ഡിസംബറിൽ തന്നെ കരാർ അന്തിമമാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ഫെബ്രുവരിക്ക് മുമ്പായി 5 മാസങ്ങൾക്കിടെ ഏതാണ്ട് 10 യോഗങ്ങളായിരിക്കും ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും തമ്മിൽ നടത്തുക. ഈ ഒരു ചർച്ചകളിലൂടെ കരാർ അന്തിമമാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും പാൽ കൂടാതെ പഞ്ചസാര, അരി എന്നിവയെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം സംബന്ധിച്ച ഇളവുകൾക്കായി ഇന്ത്യ ഈ ഒരു ചർച്ചകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ US-ഉമായുള്ള ചർച്ചകളിൽ US-ന് അനുഭാവപൂർവമായ ഒരു സമീപനം യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ചിരുന്നു. സമാനമായ ഇളവുകൾ ഇന്ത്യക്കും വേണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടാനിരിക്കുന്നത്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭീഷണി, അമേരിക്കൻ തീരുവ പ്രശ്നം, അതിനെ നമ്മൾ ധീരമായി ചെറുക്കുകയാണ്. ആ ചെറുക്കുന്നതിന്റെ ഭാഗമൊക്കെ കൂടിയായി അതങ്ങനെ ശക്തമായി മുന്നോട്ട് പോട്ടെ. അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.